കുട്ടികളെ, ഇന്ന് ബാങ്കിങ്ങിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. അതെന്താ ടീച്ചർ? ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിരവധി സ്കീമുകൾ ബാങ്കിലുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ രാമേട്ടൻ വന്നിട്ടുണ്ട്. പുതിയ മാഷാണോ? അല്ല, ബാങ്കിന്റെ പ്രതിനിധിയാണ്. ലെറ്റ്സ് വെൽക്കം രാമേട്ടൻ. എൻ്റെ പേര് രാമനാഥൻ. എല്ലാവരും രാമേട്ടൻ എന്ന് വിളിക്കും. ബാങ്ക് സ്കീമുകളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ക്ലാസുകളൊക്കെ എടുക്കുന്ന ഒരു സാമ്പത്തിക സാക്ഷരതാ ഉപദേഷ്ടാവാണ്. എന്നാൽ നമുക്ക് തുടങ്ങാം. ഈ ബജറ്റിങ്ങും സമ്പാദ്യശീലവും എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ബജറ്റ് എന്ന് പറഞ്ഞാൽ ഭാവി വരുമാനവും ചിലവും ആസൂത്രണം ചെയ്യുക എന്നതാണ്. അതിപ്പോ ഡെയിലി ചെയ്യണോ? അത് ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലോ ആകാം. സമ്പാദ്യം എന്നാൽ എന്താണ് രാമേട്ടാ? വരുമാനത്തിൽ നിന്ന് ചെലവ് കിഴിച്ച് മിച്ചം വെക്കുന്നതിനെയാണ് സമ്പാദ്യം എന്ന് പറയുന്നത്. എന്തിനാ രാമേട്ട പണം മിച്ചം വെക്കുന്നേ? ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇതിനൊക്കെ പണം വേണമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദ്യാഭ്യാസമൊക്കെ വേണ്ടേ? പിന്നെ വയസ്സായി കഴിഞ്ഞാൽ ആവശ്യങ്ങൾക്കൊക്കെ പണവും വേണ്ടേ? എന്റെ മുത്തച്ഛൻ്റെ 5 പൈസയില്ല, പാവം ആള് പെട്ടിരിക്കുക. നിന്റെ മുത്തച്ഛൻ വയസ്സാവുന്നത് വരെ എന്തെടുക്കുമായിരുന്നു? മുത്തച്ഛൻ്റെ കാര്യമൊന്നും പറയണ്ട, വെറുതെ തിന്നും കുടിച്ച് കാലം കഴിച്ചു. എന്റെ അച്ഛൻ പിശുക്കിയിട്ടാണെങ്കിലും ലക്ഷങ്ങളാ സമ്പാദിച്ചേ. ശരി ശരി, ഇനി കാര്യത്തിലേക്ക് കടക്കാം. അതെ, പണം മിച്ചം വെക്കുന്ന ശീലം എല്ലാവർക്കും വേണം കേട്ടോ. എന്റെ അമ്മ സമ്പാദിച്ചു വെച്ച പണമൊക്കെ കഴിഞ്ഞ പ്രളയത്തിൽ ഒലിച്ചുപോയി. കണ്ടോ, ഇതാണ് പറയുന്നത് വിലപ്പെട്ടതെല്ലാം ബാങ്കിൽ തന്നെ സൂക്ഷിക്കണമെന്ന്. അത് സുരക്ഷിതവുമാണ്, വരുമാനവും കിട്ടും. നമ്മുടെ സമ്പദ് വ്യവസ്ഥയും ബാങ്കിന്റെ സേവനങ്ങളും തമ്മിലുള്ള ബന്ധം ഒന്ന് പറഞ്ഞു കൊടുക്കുവോ രാമേട്ടാ? ചുരുക്കി പറഞ്ഞാൽ സാമൂഹിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെ ബാങ്കുകളാണ്. അതെങ്ങനെയാ രാമേട്ടാ? ഈ ബാങ്കുകളുടെ പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ നിക്ഷേപത്തിൽ നിന്ന് ആവശ്യത്തിന് പണം പിൻവലിക്കാമെന്ന് മാത്രമല്ല, നിക്ഷേപത്തിന് പലിശ ഇനത്തിൽ വരുമാനവും ലഭിക്കുന്നു. സാമ്പത്തിക ഇടപാടുകൾ നടത്തുക വഴി ഒരു സമ്പദ് വ്യവസ്ഥയുടെ വികസനം ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതെ, ഈ ബാങ്കുകൾ പലതരമുണ്ട്, അറിയാമോ നിങ്ങൾക്ക്? പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, വിദേശ ബാങ്കുകൾ, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ, നമ്മുടെ സഹകരണ ബാങ്കുകൾ, പിന്നെ ചെറുകിട ധനകാര്യ ബാങ്കുകൾ, പേയ്മെന്റ് ബാങ്കുകൾ, അങ്ങനെ പലതരം. അപ്പോൾ റിസർവ് ബാങ്കിന്റെ സേവനങ്ങളോ? റിസർവ് ബാങ്ക്. നേരത്തെ നമ്മൾ പറഞ്ഞ ബാങ്കുകളെല്ലാം ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ്. രാജ്യത്തിൻ്റെ ധനനയം കൈകാര്യം ചെയ്യുന്നതും റിസർവ് കറൻസി കൈവശം വയ്ക്കുന്നതും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്നതും പണലഭ്യത നിലനിർത്തുന്നതും നിക്ഷേപ ഫണ്ടുകൾ ഉറപ്പുവരുത്തുന്നതും സംസ്ഥാനങ്ങൾക്ക് പ്രാഥമിക വായ്പ നൽകുന്നതും നമ്മുടെ രാജ്യത്തെ കറൻസി അച്ചടിക്കുന്നതും, അങ്ങനെ നമ്മുടെ ബാങ്കിങ് സമ്പ്രദായത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നതും എന്ന് വേണ്ട, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കുന്നതുവരെ നമ്മുടെ ഈ റിസർവ് ബാങ്കാണ്. പിന്നെ നബാർഡ്, ഗ്രാമീണ കാർഷിക വികസനത്തിന് സാമ്പത്തിക സഹായവും വായ്പയും നൽകുന്ന ഇന്ത്യയിലെ പ്രമുഖ വികസന ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മൾ ഈ പറയുന്ന നബാർഡ്. ഇത് 1982 ജൂലൈ 12 രൂപീകരിച്ചത്. കാർഷിക ഗ്രാമീണ മേഖലകളുടെ സുസ്ഥിരവും തുല്യവുമായ വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നബാർഡിൻ്റെ ദൗത്യം. ഗ്രാമീണ സഹകരണ ബാങ്കുകളുടെ നയങ്ങളും മാർഗനിർദ്ദേശങ്ങളും രൂപീകരിക്കുന്നതും നബാർഡിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. നബാർഡ് പോലെ പ്രമുഖ വികസന ധനകാര്യ സ്ഥാപനങ്ങൾ വേറെയുമുണ്ട് കേട്ടോ മക്കളെ. അവയാണ് സിഡ്ബി, എക്സിം ബാങ്ക്, നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്നിവ. ഈ ലീഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മിടുക്കൻ, ഞാനത് പറഞ്ഞുതരാം. അതായത് ഒരു ജില്ലയുടെ സാമ്പത്തിക വികസനം മുൻനിർത്തി ജില്ലയിലെ എല്ലാ ബാങ്കുകളുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാർ വികസന ഏജൻസികളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നതാണ് ലീഡ് ബാങ്കിൻ്റെ ലക്ഷ്യം. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഒരു പ്രമുഖ ബാങ്കിന് ലീഡ് ബാങ്കിൻ്റെ ചുമതല നൽകിയിട്ടുണ്ട്. ഈ ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചൊന്ന് പറയാമോ രാമേട്ടാ? പിന്നെന്താ, ഒരു ബിസിനസ് സ്ഥാപനത്തിന് വലിയ സംഖ്യകളുടെ ഇടപാടുകൾക്ക് സൗകര്യമൊരുക്കണ്ടേ? അങ്ങനെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതാണ് കറണ്ട് അക്കൗണ്ട്. ഈ പറയുന്ന കറണ്ട് അക്കൗണ്ടിൽ ഒരു ദിവസം എത്ര തവണ വേണമെങ്കിലും പണം ഇടുകയോ പിൻവലിക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. ഇതിന് പലിശ ഉണ്ടായിരിക്കില്ല. പിന്നെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, നമ്മളിൽ നിക്ഷേപശീലം വളർത്തുക, അക്കൗണ്ട് ഉടമയ്ക്ക് പ്രതിവർഷ പലിശ 3 മാസം കൂടുമ്പോൾ നൽകുക, എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാം, ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഇതിനുണ്ട്.
വിവിധ തരം സേവിങ്സ് അക്കൗണ്ടുകളുണ്ട് കേട്ടോ. റെഗുലർ സേവിങ്സ് അക്കൗണ്ട്, സാലറി സേവിങ്സ് അക്കൗണ്ട്, നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്കുള്ള ബാങ്കിങ് അക്കൗണ്ട്, മുതിർന്ന പൗരന്മാർക്കുള്ള സേവിങ്സ് അക്കൗണ്ട്, സ്ത്രീകൾക്കുള്ള സേവിങ്സ് അക്കൗണ്ട് എന്നിങ്ങനെ പലതരം. ഈ സേവിങ്സ് അക്കൗണ്ട് തുറക്കുമ്പോൾ ഒരു റൂപേ ATM കാർഡും ലഭിക്കും. ഈ ATM കാർഡിന് 2 ലക്ഷം രൂപ വരെ അപകടമരണ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. അതും തീർത്തും സൗജന്യമായി. അപ്പോ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ്, അതായത് സ്ഥിര നിക്ഷേപം എന്നാൽ നിശ്ചിത സമയത്തേക്കുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ്. സ്ഥിര നിക്ഷേപ കാലാവധി 7 ദിവസം മുതൽ 10 വർഷം വരെയാണ്. തിരഞ്ഞെടുക്കുന്ന കാലാവധി അനുസരിച്ച് ലഭിക്കുന്ന പലിശയിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം. മറ്റൊന്നാണ് റിക്കറിംഗ് ഡിപ്പോസിറ്റ്. ഒരു നിശ്ചിത കാലയളവിൽ ഓരോ മാസവും ഒരു നിശ്ചിത തുക മാസാമാസം അടച്ച് പലിശ കിട്ടുന്ന ഒരു നിക്ഷേപമാണ് ഇത്. RD എന്നറിയപ്പെടുന്ന ഇതിൻ്റെ പ്രത്യേകത 6 മാസം മുതൽ 120 മാസങ്ങൾ വരെയുള്ള നിക്ഷേപങ്ങൾ ഉണ്ട് എന്നതാണ്. ഈ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ എന്തൊക്കെയാ വേണ്ടേ? ഫോട്ടോ, തിരിച്ചറിയൽ രേഖയായിട്ടുള്ള ആധാർ, പാസ്പോർട്ട്, IT പാൻ കാർഡ്, വോട്ടേഴ്സ് ID, തൊഴിലുറപ്പ് പദ്ധതി കാർഡ്, ഇതിലേതെങ്കിലും ഒരെണ്ണം, അത്രയും മതി. സപ്പോസ് അക്കൗണ്ട് തുടങ്ങി പണം നിക്ഷേപിച്ചതിനു ശേഷം മരിച്ചു പോവുകയാണെങ്കിലോ? അതിനാണ് ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഒരു നോമിനി അല്ലെങ്കിൽ അവകാശിയെ വെക്കണമെന്ന് പറയുന്നത്. അക്കൗണ്ട് ഹോൾഡർ മരണപ്പെട്ടാൽ അക്കൗണ്ടിലെ ബാലൻസ് തുക ലളിതമായ നടപടികളിലൂടെ ഈ പറയുന്ന നോമിനിക്ക് അഥവാ അവകാശിക്ക് ലഭിക്കും. ഈ ഡിജിറ്റൽ ഇടപാടെന്നൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. അതെന്താ രാമേട്ടാ? ഇന്റർനെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് എന്നിവ ഉപയോഗിച്ച് വീട്ടിലോ ഓഫീസിലോ ഇരുന്നോ യാത്ര ചെയ്യുമ്പോഴോ മൊബൈൽ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് എന്നിവയിലൂടെ ബാങ്ക് ഇടപാടുകൾ നടത്താം. ATM കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാം. അക്കൗണ്ടിലെ ബാലൻസ് അറിയാം, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം, എന്തിനു പറയുന്നു, നമ്മുടെ മൊബൈൽ വരെ റീചാർജ് ചെയ്യാം. കൂടാതെ കടകളിൽ, പെട്രോൾ പമ്പുകളിൽ, ഹോട്ടലുകളിൽ കാർഡ് സ്വൈപ്പ് ചെയ്ത് നിങ്ങളുടെ ബില്ലുകൾ അടയ്ക്കാം. ഇപ്പോഴാണെങ്കിൽ ബാങ്കുകൾ ATM മെഷീന് പകരം CDM അല്ലെങ്കിൽ CRM മെഷീനുകൾ വയ്ക്കുന്നുണ്ട്. ഇതിൽ ഒരു നിശ്ചിത പരിധിവരെ പണം അടയ്ക്കാനും നമുക്ക് സാധിക്കും. എന്റെ സുഹൃത്ത് ഒരിക്കൽ ATM-ൽ നിന്ന് പണം പിൻവലിച്ചപ്പോൾ പണം കിട്ടിയുമില്ല, എന്നാൽ അക്കൗണ്ടിൽ കുറവും വന്നു. ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? ഉടനെ തന്നെ ബന്ധപ്പെട്ട ബാങ്കിൽ അറിയിക്കുക. 5 ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിക്കാൻ ബാങ്ക് ബാധ്യസ്ഥരാണ്. അല്ലാത്ത പക്ഷം പ്രതിദിനം 100 രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊന്നിലേക്കും ഒരു ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്കും ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. NEFT, RTGS, IMPS എന്നീ രീതികളാണ് ഇതിനുള്ളത്. ഈ ഡിജിറ്റൽ ഇടപാടിന് മറ്റൊരു രീതിയാണ് UPI, അതായത് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. ഇൻ്റർനെറ്റ് സൗകര്യം ഉപയോഗിച്ച് 2 ബാങ്ക് അക്കൗണ്ടുകൾക്കിടയിൽ പണം കൈമാറാം. അതിന് ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതിയാകും. ചെറിയ നടപടിക്രമങ്ങളിലൂടെ ലളിതമായി ഇത് ചെയ്യാം. ഇതിലും 365 ദിവസവും 24 മണിക്കൂറും പണം കൈമാറ്റം ചെയ്യാൻ കേട്ടോ. ഈ ബാങ്ക് ലോണുകളെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കും തിരിച്ചടവ് ശേഷിക്കും അനുസരിച്ചാണ് വായ്പ. കാർഷിക വായ്പകൾ, സ്വർണ്ണ പണയ വായ്പകൾ, ഭവന വായ്പകൾ, നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് വേണ്ടി ഉന്നത പഠന വിദ്യാഭ്യാസ വായ്പകൾ, ഭൂപണയ വായ്പകൾ, വ്യക്തിഗത വായ്പകൾ എന്നിവയൊക്കെയാണ് വായ്പയുടെ വിഭാഗങ്ങൾ. ഈ വായ്പയുടെ കാര്യം കേട്ടപ്പോളാ, ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ എന്താ? ഉപഭോക്താവിൻ്റെ വായ്പാ യോഗ്യതയെ സൂചിപ്പിക്കുന്ന 3 അക്ക നമ്പറാണ് ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. ഉപഭോക്താവിൻ്റെ വായ്പാ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി നൽകുന്ന റിപ്പോർട്ടിനെ ആധാരമാക്കിയിട്ടാണ് ഈ സ്കോർ നിർണ്ണയിക്കുന്നത്. വായ്പ കൃത്യമായി തിരിച്ചടച്ചാൽ ക്രെഡിറ്റ് സ്കോർ കൂടുതലായിരിക്കും. ഇവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ എടുക്കാനും സാധിക്കും. എന്താണ് ഈ സുകന്യ സമൃദ്ധി അക്കൗണ്ട്? 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള നിക്ഷേപ പദ്ധതിയാണിത്. പരമാവധി 2 പെൺകുട്ടികളുടെ പേരിൽ രക്ഷിതാക്കൾക്ക് ഏറ്റവും കുറഞ്ഞത് 250 രൂപ വീതം നിക്ഷേപിക്കാം. ഏറ്റവും കൂടിയത് 1,50,000 രൂപ വരെ ഒരു സാമ്പത്തിക വർഷം നിക്ഷേപിക്കാം. സമയാസമയങ്ങളിൽ സർക്കാർ നിശ്ചയിക്കുന്ന പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നമുക്ക് ഈ അക്കൗണ്ട് തുറക്കാം. നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിക്ഷേപ തുകയ്ക്കും പലിശയ്ക്കും പിൻവലിച്ച തുകയ്ക്കും നികുതിയില്ല എന്നതാണ്. ഇന്നത്തെ സമയം തീർന്നു. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ രാമേട്ടനെ നമുക്ക് പിന്നീട് ഒരിക്കൽ കൂടി വിളിക്കാം, അല്ലേ? താങ്ക് യു കുട്ടികളെ. ഗുഡ് ബൈ. വീണ്ടും കാണാം കേട്ടോ.